ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസിൻ്റെ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കേരള ട്രാഫിക്കിൻ്റെ മോഡ് കിട്ടിയിട്ട് നമ്മുടെ ബസ് മിനാറ്റ് ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാനുള്ള KBC കണ്ണൂരിൻ്റെയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്, ദിവസമായിട്ടുള്ള റിലീസായിട്ട്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ വിചാരിക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ അതിൽ ഏറ്റവും അടിയിൽ കുറേ ലിങ്കുകൾ കാണാം. അപ്പോൾ അതിൽ നമ്മൾ APK ലിങ്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇതേപോലെ പേജ് വരും. ഒരു 15 സെക്കൻഡിൽ ആഡല്ല, ജസ്റ്റ് 15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതേ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെയും 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. ജസ്റ്റ് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, പിന്നെ കണ്ടിന്യൂ അടിക്കുക. ആദ്യം വെരിഫൈ അടിക്കുക, പിന്നെ അടിക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ലിങ്ക് കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി 3ാമത്തെ പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ 3ാമത്തെ പ്രാവശ്യം കണ്ടിന്യൂ അടിക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ GP ലിങ്ക്സിൻ്റെ വെബ്സൈറ്റിലായിരിക്കും എത്തുക. അപ്പോൾ നമ്മളവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വെരിഫൈയിങ് എന്നുള്ളത് മാറിയിട്ട് നമ്മുടെ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സക്സസ് ആയതിൻ്റെ ഇപ്പോൾ കുറച്ച് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അടിയിൽ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പച്ച കളറിൽ കാണുന്നതല്ല, അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ബ്ലൂ കളർ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് വരുമ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. അപ്പോൾ ഇതേപോലെ ഷെയർ മോഡ്സിൻ്റെ പേജിലെത്തും. അപ്പോൾ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആവുണ്ടായിരിക്കും. അതിനുശേഷം ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതേ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിലൊരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ OBP ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മുടെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി കാണിക്കാഞ്ഞത്. ജസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചത് എന്താണ് APK ഡൗൺലോഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ OBP ഡൗൺലോഡ് ചെയ്യുന്ന സെയിം സ്റ്റെപ്പുകളാണ്, ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ഇതിലേക്ക് എത്തും. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് രണ്ടും ചെയ്യുക. അപ്പോൾ APK ഫയലും OBP ഫയലും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടിനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ APKയും OBPയും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്സ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ APK ഫയൽ. അപ്പോൾ APK ഫയൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇതെവിടെ ഇൻസ്റ്റാളിങ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ APK ഫയലുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ എക്സ്ട്രാക്ട് ചെയ്തിടണം. APKയും OBPയും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് നമുക്ക് എക്സ്ട്രാക്ട് ആയി കിട്ടും. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വേറെ ആപ്പൊന്നും യൂസ് ചെയ്യണില്ല. നമ്മുടെ സെറ്റ് ആർച്ചീവ് അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നിട്ട് ചെയ്യുകയാണ് എല്ലാം. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ ഗെയിം. അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ OBP ഫയൽ പേസ്റ്റ് ചെയ്യാത്ത കാരണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഫയൽസ് എടുത്തു. OBP ഫയൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു, കോപ്പി എടുത്തു, ആൻഡ്രോയിഡ് എടുത്തു. ആൻഡ്രോയിഡ് എടുത്തതിന് ശേഷം OBP എടുക്കുക. അതേപോലെ തന്നെ ബസ് സിമുലേറ്ററിൻ്റെ ഫയൽ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തപ്പോൾ വൈറ്റ് സ്ക്രീൻ ആയിരുന്നു വന്നിരുന്നത്, കാരണം OBP ഫയൽ പേസ്റ്റ് ആവാത്ത കാരണം. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വൈറ്റ് സ്ക്രീനാണ്. ഇപ്പോൾ അത് മാറി വരും, ബ്ലാക്ക് സ്ക്രീനായിട്ട് വരും. ഇപ്പോൾ അതേ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ OBP പേസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലോഡ് ആയതിനു ശേഷം ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. KBC കണ്ണൂരിൻ്റെയാണ് ഈ ഒരു മോഡ് വരുന്നത്. നമ്മുടെ കേരള ട്രാഫിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ മോഡാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു മാപ്പ് എടുത്തിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഇൻറ്റീരിയർ ലുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇനി ബാക്കി എക്സ്റ്റീരിയറിലത്തെ ലുക്ക് ഇങ്ങനെയൊക്കെയാണ്. ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇൻറ്റീരിയർ വ്യൂ ഇട്ടൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അതേ മുമ്പിൽ നമുക്ക് കേരള ട്രാഫിക് ആയതുകൊണ്ട് ബോർഡ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, മാനന്തവാടി, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ബോർഡുകൾ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി പുറത്തിറക്കിയിട്ട് ട്രാഫിക്കൊക്കെ അതിനുണ്ട് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കേരള ട്രാഫിക്, ഏറ്റവും ലേറ്റസ്റ്റ് കേരള ട്രാഫിക്. നമ്മുടെ MGയിലൊക്കെ പുതിയ വണ്ടിയൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇന്നോവ, ക്രിസ്റ്റ തോന്നുന്നു. പിന്നെ കുറേ പ്രൈവറ്റ് ബസ്സുകൾ, പിന്നെ കുറേ നമ്മുടെ സാധാരണ മറ്റേ ഓട്ടോ ടാക്സി പോലത്തെ വണ്ടികൾ, പിന്നെ വേറെ ടൂറിസ്റ്റ് ബസ് സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ ഓടിച്ച് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള വണ്ടികൾ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ റോങ് സൈഡാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ആ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇനി ബാക്കി വണ്ടികളൊക്കെ ഇതായി നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ MGയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ലോറി, പിന്നെ അതേപോലെ തന്നെ വേറെ വണ്ടികൾ, കേരളത്തിലെ കുറേ വണ്ടികളൊക്കെ ഇതേപോലെ കാണാൻ പറ്റും. അടിപൊളി ട്രാഫിക് മോഡാണ്.
അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ.